വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. വില്വമംഗലം സ്വാമിയാർ. ഗുരുവായൂരപ്പനെ തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഭാഗ്യമുണ്ടായിരുന്ന ദിവ്യനായിരുന്നു വില്വമംഗലം സ്വാമിയാർ. ലീലാശുകൻ എന്ന വില്വമംഗലം സ്വാമിയാർ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, മാനവേദരാജ, പൂന്താനം തിരുമേനി, കുറൂരമ്മ ഇവരെല്ലാവരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പൂജാസമയങ്ങളിൽ ഭഗവാൻ കുസൃതി കാട്ടുന്ന ഒരു ബാലനായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. സ്വാമിയാർക്ക് ഭഗവാൻ ഉണ്ണിയായിരുന്നു. ചെറിയ കുട്ടികൾ കാട്ടുന്ന എല്ലാ വികൃതികളും ഭഗവാൻ വില്വമംഗലം സ്വാമിയാരുടെ അടുത്ത് കാണിച്ചിരുന്നു. പൂജ ചെയ്യുന്ന സമയം അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറുക, പൂജയ്ക്ക് വച്ചിരിക്കുന്ന പുഷ്പങ്ങൾ എല്ലാം വാരിക്കളയുക, പൂജാപാത്രങ്ങളൊക്കെ അശുദ്ധിയാക്കുക തുടങ്ങി കുട്ടികൾ ചെയ്യുന്ന വികൃതികളെല്ലാം ഭഗവാൻ ചെയ്യുമായിരുന്നു. ഒരു കുട്ടി എങ്ങനെയാണോ ഒരു അച്ഛൻ്റെ അടുത്ത് കുറുമ്പ് കാട്ടുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഭഗവാൻ വില്വമംഗലം സ്വാമിയാരുടെ അടുത്ത് കുസൃതി കാട്ടിയിരുന്നത്. സ്വാമിയാരും ആ കുസൃതികളെല്ലാം ആസ്വദിച്ചിരുന്നു. ഒരിക്കൽ ഭഗവാൻ വില്വമംഗലം സ്വാമിയാരെ ഒന്ന് പരീക്ഷിക്കുക തന്നെ ചെയ്തു. വികൃതി കൂടിയ ഒരു ദിവസം സ്വാമിയാർ കണ്ണനെ ഒന്ന് ശകാരിച്ചു. കണ്ണൻ്റെ വികൃതിയും അത്രയ്ക്കായിരുന്നു. പുറം കൈകൊണ്ട് വില്വമംഗലം ഉണ്ണിയെ ഒന്ന് തള്ളി മാറ്റി. ഉപദ്രവിക്കാതിരിക്കൂ ഉണ്ണി എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ പുറം കൈകൊണ്ടാണ് തള്ളിമാറ്റിയത്. ആ ഒരൊറ്റ നിമിഷം വില്വമംഗലത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. സാക്ഷാൽ ഭഗവാനെയാണ് ശകാരിച്ചിരിക്കുന്നത്. ഭഗവാനും സങ്കടമായി. തന്നെ ശകാരിച്ച സ്വാമിയാരോട് ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണം എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. അതോടെ സ്വാമിയാരും വിഷമത്തിലായി. അദ്ദേഹം അനന്തൻകാട് അന്വേഷിച്ച് പുറപ്പെട്ടു. കൈമോശം വന്ന സൗഭാഗ്യത്തെക്കുറിച്ചോർത്തും തൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ച അപരാധമോർത്തും ഭഗവാനോട് ക്ഷമ ചോദിച്ചും കൊണ്ട് അദ്ദേഹം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു, ഭഗവാൻ പറഞ്ഞ് അനന്തൻകാട് അന്വേഷിച്ചുകൊണ്ട്. ഒരു ദിവസം വെയിൽ കൊണ്ട് നടന്ന് ക്ഷീണിച്ച് തൻ്റെ ഭഗവാനെക്കുറിച്ചും താൻ ചെയ്ത തെറ്റോർത്തും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു നേരത്ത് ഒരു അമ്മ മകനെ ശകാരിക്കുന്നത് കേട്ടു. അനുസരണക്കേട് കാട്ടിയാൽ നിന്നെ ഞാൻ അനന്തൻകാട്ടിലോട്ടെറിയും എന്നായിരുന്നു അത്. ഒരു ഭർത്താവ് വഴക്കിട്ട് തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നതാണ് സ്വാമിയാർ കേട്ടതെന്നും പറയുന്നുണ്ട്. ഇനി നീ എന്നോട് വഴക്കിന് വന്നാൽ നിന്നെ ഞാൻ തല്ലിക്കൊന്ന് അനന്തൻകാട്ടിലേക്ക് വലിച്ചെറിയും എന്നായിരുന്നു ആ ഭർത്താവ് പറഞ്ഞത്. ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. ആര് പറഞ്ഞതോ ആവട്ടെ, സ്വാമിയാരുടെ ചെവിയിൽ അനന്തൻകാട് എന്ന വാക്ക് വീണ്ടും എത്തി. സ്വാമിയാരുടെ ക്ഷീണവും സങ്കടവും എല്ലാം മാറാൻ അതായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ സ്വാമിയാർ അനന്തൻകാട്ടിലെത്തി. കല്ലും മുള്ളും മരങ്ങളും നിറഞ്ഞിരുന്ന ആ കാട്ടിൽ സ്വാമിയാർ ഭഗവാനെ കാണുവാനുള്ള അത്യാഗ്രഹം മൂലം ഒരു ബുദ്ധിമുട്ടും വകവയ്ക്കാതെ നടന്നു തുടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭഗവാനെ കണ്ടു. പക്ഷേ അത് പണ്ട് വില്വമംഗലം സ്വാമിയാരുടെ അടുത്ത് വികൃതി കാട്ടി നടന്ന കണ്ണനായിരുന്നില്ല. സാക്ഷാൽ അനന്തശായിയായ മഹാവിഷ്ണു പുഞ്ചിരി തൂകി ഒരു വശം ചെരിഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തു കിടക്കുന്നു. ഭൂലക്ഷ്മിമാരോടൊപ്പം അനന്തസ്വാമിയെ തൽപ്പമാക്കി ശയിക്കുന്നു. സന്തോഷത്തിൽ മതിമറന്ന സ്വാമിയാർ ഭക്തി പാരവശ്യത്തോടുകൂടി ഭഗവാനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മാപ്പ് അപേക്ഷിച്ചു. ഭഗവാനെ, കണ്ണാ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. ഭഗവാൻ സന്തോഷത്തോടെ ചോദിച്ചു, വില്വമംഗലം, നല്ല വിശപ്പുണ്ട്, ഉടനെ എന്തെങ്കിലും കഴിക്കാൻ തരണം. ഭഗവാന് സമർപ്പിക്കാനായി അപ്പോൾ സ്വാമിയാരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വാമിയാർ ഉടനെ തന്നെ അവിടെ കണ്ട കുറേ കണ്ണിമാങ്ങകൾ പെറുക്കിയെടുത്ത് ഒരു കല്ലിന്മേൽ വെച്ച് ചതച്ച് അവിടെ കിടന്നിരുന്ന ഒരു ചിരട്ടയിലാക്കി ഭഗവാന് നേദിച്ചു. ഈ സ്ഥലമാണത്രേ തിരുവനന്തപുരത്ത് ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സ്വാമിയാർക്കുണ്ടായ ദിവ്യദർശനത്തെക്കുറിച്ചറിഞ്ഞ മഹാരാജാവും അവിടുത്തെ പ്രദേശങ്ങളിലെ 8 മഠങ്ങളിലെ പോറ്റിമാരും കൂടി അനന്തൻകാട്ടിലെത്തി. അവിടെ ക്ഷേത്രം പണിയാൻ എല്ലാം ഏർപ്പാടാക്കുകയും ശുഭമുഹൂർത്തത്തിൽ പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കുറൂരമ്മയുടെ ഇല്ലത്ത് പൂജയ്ക്ക് എത്താം എന്ന് പറഞ്ഞ വാക്ക് തെറ്റിച്ചതിനും വില്വമംഗലം സ്വാമിയാരോട് ഭഗവാൻ പരിഭവിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഒരിക്കൽ ഒരു വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാൾ വില്വമംഗലം സ്വാമിയാർ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ശ്രീകോവിലിൽ ഭഗവാനെ കാണുന്നില്ല. അന്വേഷിച്ച് ചെന്നപ്പോൾ ഭഗവാൻ
തെക്കേ മതിലിൽ കയറി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ ഉത്സവ ആറാട്ട് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നത്രേ ഭഗവാൻ. ഇന്നും വടക്കുംനാഥന് വൃശ്ചികത്തിലെ കാർത്തിക നാൾ ഒരു പൂജ തെക്കേ മതിലിന്മേൽ വെച്ചാണത്രേ. മറ്റൊരിക്കൽ വില്വമംഗലം സ്വാമിയാർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭഗവാനെ കാണുന്നത് നാടകശാല സദ്യയ്ക്ക് വിളമ്പുകാരനായി നിൽക്കുന്നതായിരുന്നു. ഇന്നും അവിടെ നാടകശാല സദ്യയ്ക്ക് ഭഗവാൻ വിളമ്പുകാരനായി ഉണ്ടാവും എന്നാണ് ഭക്തരുടെ വിശ്വാസം. വൈക്കത്തഷ്ടമി നാളിൽ സ്വാമിയാർ ഭഗവാനെ കണ്ടത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിലായിരുന്നത്രേ. അദ്ദേഹം ചുറ്റമ്പലത്തിൻ്റെ ഒരു തൂണിൻ്റെ ചുവട്ടിലിരുന്ന് സദ്യ ഉണ്ണുകയായിരുന്നു. ഒരിക്കൽ സ്വാമിയാർ ചേർത്തല വഴി പുറപ്പെട്ടു. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വനപ്രദേശത്ത് 7 കന്യകമാർ കുളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാനിടയായി. ദിവ്യസ്ത്രീകളായ അവർ സ്വാമിയാരെ കണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. കാര്യം മനസ്സിലായ അദ്ദേഹവും പിന്നാലെ ഓടി. ഓരോരുത്തരും ഓടിച്ചെന്ന് ഓരോ കുളത്തിൽ ചാടുകയും ചെയ്തു. അദ്ദേഹം ഓരോരുത്തരെയും പിടിച്ച് ഓരോ സ്ഥലത്ത് ഇരുത്തുകയും അതിൽ ചേറുള്ള കുളത്തിൽ ചാടി തലയിൽ ചേറ് പറ്റിയത് മൂലം ആ കന്യക ചേർത്തല കാർത്യായനിയായി. ആ ഭഗവതിക്ക് ചേർത്തല ഭഗവതി എന്നും ആ ദേശത്തിന് ചേർത്തല എന്ന നാമവും ലഭിച്ചു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ വില്വമംഗലം സ്വാമിയാർക്ക് താമരക്കണ്ണനായി ദർശനം നൽകിയ കഥയും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. പറഞ്ഞ വരികളിലെ പിഴവുകളെല്ലാം ഭഗവാൻ ക്ഷമിക്കട്ടെ. രാധാറാണി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.